വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹലോ, ഇന്നത്തെ റെസിപ്പി നമ്മുടെ സിമ്പിൾ സേമിയ പായസം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം എന്താ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനായിട്ട് നമ്മുടെ സേമിയ വാങ്ങിച്ചിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് മുറിച്ചിടാം. അത് കഴിഞ്ഞ് നെയ്യുണ്ട്, കാഷ്നട്ട്, കിസ്മിസ്, ഏലക്ക, പഞ്ചസാര, ചൂടുവെള്ളം, പിന്നെ പാല് തിളപ്പിക്കുന്നുണ്ട്. പാല് തിളപ്പിച്ച് വെച്ചിട്ട് നമുക്ക് പായസം ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ ഈ സേമിയ പീസാക്കിയതൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോവാതെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളറിലായി വരുമ്പോഴത്തേക്കും നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ എല്ലാം അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ട്, ആ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇവിടുത്തെ വെള്ളമൊക്കെ വറ്റി സേമിയൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. അത് ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കുക. എത്രത്തോളം ലൂസ് വേണം എന്ന് നോക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. പാൽ കുറച്ച് നേരം കൂടെ തിളച്ച് നന്നായിട്ട് കുറുകും. അപ്പോൾ നമുക്ക് എത്രത്തോളം ലൂസ് വേണം പായസത്തിൽ നിന്ന് നോക്കിയതിന് ശേഷം പാൽ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ ഒരു കവർ പാലാണ് ആവശ്യം വന്നത്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര, ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഇനി ഏലക്ക ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിയായിട്ട് ചേർക്കാം, അതല്ലെങ്കിൽ ജസ്റ്റ് ചതച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ പൊടിക്കാൻ നിന്നിട്ടില്ല, കാരണം ചെറിയ അളവിലല്ലേ. അപ്പോൾ നമുക്ക് ചെറിയ അളവിലൊക്കെ പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇടികല്ല് വെച്ച് ഇടിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് കാഷ്നട്ടും കിസ്മിസും നെയ്യിൽ വറുത്ത് ചേർക്കുക എന്നുള്ളതാണ്. വേണമെങ്കിൽ ആദ്യം നമ്മുടെ സേമിയ വറുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് നെയ്യിൽ വറുത്ത് കോരി മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ നെയ്യിൽ തന്നെ നമ്മുടെ സേമിയ വറുത്തെടുക്കാം. ഞാനിവിടെ ലാസ്റ്റ് സെപ്പറേറ്റ് നെയ്യിൽ വറുത്ത് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് നമുക്കൊരു ചട്ടിയിൽ നെയ്യ് ഒഴിച്ച് കിസ്മിസും കാഷ്നട്ടും വറുത്ത് കോരി ആ നെയ്യോടുകൂടി തന്നെ നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അവസാന പൊടിക്കൈയായിട്ട് നമുക്ക് അല്പം കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. അത് താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം, എന്നാൽ അത് ചേർത്താൽ ഒരു പ്രത്യേക രുചിയാണ്. ഞാനിവിടെ 1 സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അത് കഴിഞ്ഞ് നമ്മൾ തുറക്കുമ്പോഴത്തേക്കും അത്യാവശ്യം കുറുകിയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ ലൂസ് വേണം എന്നുണ്ടെങ്കിൽ പാല് ചേർക്കുക. അതിനനുസരിച്ച് മധുരം വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറു ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഇത് ചൂടാറും തോറും കുറുകി വരും. ആ നേരം കുറച്ചും കൂടെ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ പാല് തിളപ്പിച്ച് അതിനനുസരിച്ച് മധുരവും ചേർത്ത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണേ.